നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2-3 ദിവസമായി പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്നും ഓരോന്ന് ഇരന്നു വാങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാന് താക്കീതുമായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വരുന്നു. മാത്രമല്ല, പാക് അധിനിവേശ കശ്മീരിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നു. മാത്രമല്ല, ഈ ക്രിക്കറ്റ് വേദിയിലുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇത്തരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്നും വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായി നമ്മൾ പോകുന്നത് കരസേനാ മേധാവിയുടെ മുന്നറിയിപ്പിലേക്കാണ്. പാകിസ്ഥാന് കടുത്ത താക്കീതുമായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ലോക ഭൂപടത്തിൽ സ്ഥാനം നിലനിർത്തണമെങ്കിൽ സ്വന്തം മണ്ണിൽ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്ന് കരസേനാ മേധാവിയുടെ മുന്നറിയിപ്പ്. ഇനി സംഘർഷാവസ്ഥയുണ്ടായാൽ ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ പ്രകടിപ്പിച്ച സംയമനം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ലെന്നും പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. രാജസ്ഥാനിലെ ശ്രീഗംഗാനഗർ ജില്ലയിലെ അനൂപ്ഗഡിൽ സൈനികരെ അഭിസംബോധന ചെയ്യവെയാണ് പാകിസ്ഥാന് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് സൈനിക മേധാവി നൽകിയത്. ഇന്ത്യ പൂർണ്ണ സജ്ജമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ലോക ഭൂപടത്തിൽ തുടരണോ വേണ്ടയോ എന്ന് പാകിസ്ഥാനെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന തരത്തിലായിരിക്കും ഇനി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു അവസരം ഉടനെ എത്തുമെന്നും ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ പാകിസ്ഥാനിലെ ഭീകരവാദ താവളങ്ങളുടെ തെളിവുകൾ ഇന്ത്യ ലോകത്തിന് നൽകി കഴിഞ്ഞുവെന്ന്, അതായത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ എങ്ങനെയാണ് ഒരു യുദ്ധത്തെ ഇന്ത്യ നേരിടുക, അല്ലെങ്കിൽ ഒരു യുദ്ധവേദിയിൽ ഇന്ത്യ എങ്ങനെയാണ് തിളങ്ങുക എന്നത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകം മനസ്സിലാക്കി കഴിഞ്ഞുവെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ ഉള്ളിൽ കടന്നു ചെന്ന് 9 താവളങ്ങൾ തകർത്തു. പാകിസ്ഥാൻ ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനാലാണ് അവരെ നാം ലക്ഷ്യമിടുന്നത്. പാക് ജനതയെക്കുറിച്ച് നമുക്കൊരു പരാതിയുമില്ല. അതിർത്തിയിലെ ജനതയെ സൈനികരായാണ് കാണുന്നത്. അതിനർത്ഥം അവർ യുദ്ധത്തിൽ നമുക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്നാണ്. 1965-ലെയും 71-ലെയും യുദ്ധങ്ങളിൽ സാധാരണ പൗരർ സൈന്യത്തോടൊപ്പം തോളോട് തോൾ പോരാടി. ഇനി അങ്ങോട്ടും അതുണ്ടാകണമെന്നും കരസേനാ മേധാവി വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനിടെ അമേരിക്കൻ നിർമ്മിത F-16, ചൈനീസ് നിർമ്മിത JF-17 ഉൾപ്പെടെ പാകിസ്ഥാന്റെ 10 യുദ്ധവിമാനങ്ങൾ തകർത്തെന്ന് വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് പറഞ്ഞു. 93ാമത് വ്യോമസേന ദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ പത്രസമ്മേളനത്തിലായിരുന്നു അമർപ്രീത് സിംഗിന്റെ പ്രതികരണം. പാകിസ്ഥാനിൽ 300 കിലോമീറ്ററുള്ളിൽ വരെ ആക്രമണം നടത്തി. 4 വ്യോമ കേന്ദ്രങ്ങളിലെ 4 റഡാറുകൾ, 2 കേന്ദ്രങ്ങളിലെ കമാൻഡ് സെന്ററുകൾ, 2 കേന്ദ്രങ്ങളിലെ റൺവേകൾ, 3 കേന്ദ്രങ്ങളിലെ യുദ്ധവിമാന ഹാങ്ങറുകൾ എന്നിവ തകർത്ത് തരിപ്പണമാക്കി. സ്വന്തം അതിർത്തിക്കുള്ളിൽ നിശ്ചിത ദൂരപരിധിക്കുള്ളിൽ പോലും പ്രവർത്തിക്കാനാകില്ലെന്ന് അവർക്ക് വ്യക്തമായി. F-16, JF-17 വിഭാഗത്തിൽപ്പെട്ട 4 യുദ്ധവിമാനങ്ങൾ, നിരീക്ഷണ വിമാനം, C-130 ഗതാഗത വിമാനം, സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം എന്നിവ തകർത്തവയിലുണ്ട്. സുദർശൻ ചക്ര എന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കീഴിൽ 3 സേനകൾ ഇപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങിയെന്നും വ്യോമസേനാ മേധാവി പറഞ്ഞു. ഇന്ത്യയുടെ 7 യുദ്ധവിമാനങ്ങൾ വീഴ്ത്തിയെന്ന പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രഖ്യാപനം ഈയിടയ്ക്ക് വന്നിരുന്നു. അത് വെറും അവകാശവാദം മാത്രമാണ്, അത് അവരുടെ കെട്ടുകഥകൾ മാത്രമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. തീർച്ചയായിട്ടും അവരുടെ അഭിമാനം സംരക്ഷിക്കുക ഒരു പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. അവിടുത്തെ ജനങ്ങളെ തൃപ്തിപ്പെടുത്തേണ്ടതും പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഇന്ത്യയുടെ 7 യുദ്ധവിമാനങ്ങൾ വീഴ്ത്തിയെന്ന് പാക് പ്രധാനമന്ത്രി അവകാശവാദം ഉന്നയിച്ചതെന്നാണ് ഇന്ത്യൻ വ്യോമസേന മേധാവി പറഞ്ഞിരിക്കുന്നത്. സംയുക്ത പ്രതിരോധ സംവിധാനം 3 സേനകളിൽ മാത്രമായി ഒതുങ്ങരുതെന്നും സേനകളുമായി ചേർന്നുള്ള മറ്റ് ഏജൻസികളെയും ചേർത്താവണം തിയേറ്റർ കമാൻഡ് രൂപവൽക്കരിക്കേണ്ടതെന്നും വ്യോമസേന മേധാവി ചൂണ്ടിക്കാട്ടി. എന്തായാലും വ്യോമസേന മേധാവി, കരസേനാ മേധാവി പാകിസ്ഥാന് വ്യക്തമായ താക്കീതുമായി, മുന്നറിയിപ്പുമായി പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നത് നിർത്താൻ പാകിസ്ഥാൻ തയ്യാറായില്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ 2ാം പതിപ്പ് ഉടൻ ഉണ്ടാകുമെന്നാണ് ഇന്ത്യയുടെ മുന്നറിയിപ്പ്. ഓപ്പറേഷൻ സിന്ദൂർ 1ാം ഘട്ടത്തിലുണ്ടായ സംയമനം ഇനി പാലിക്കില്ല. 2ാം ഘട്ടത്തിൽ പാകിസ്ഥാനെ ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു കളയുമെന്നാണ് കരസേനാ മേധാവി നൽകുന്ന മുന്നറിയിപ്പ്. മാത്രമല്ല, പാകിസ്ഥാനെ ഇപ്പോൾ വലിയ രീതിയിൽ വലയ്ക്കുകയാണ് പാക് അധിനിവേശ കശ്മീരിലെ സംഘർഷം. ഈ സംഭവത്തിലും ഇന്ത്യ പ്രതികരിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ അടിച്ചമർത്തൽ സമീപനത്തിന്റെ പരിണിത ഫലമാണ് കാണുന്നതെന്നും മനുഷ്യാവകാശ ലംഘനത്തിന് പാകിസ്ഥാൻ മറുപടി നൽകണമെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അതിർത്തി സംഘർഷത്തിൽ പങ്കെന്ന ബംഗ്ലാദേശിന്റെ ആരോപണം വിദേശകാര്യ മന്ത്രാലയം തള്ളി. ഇടക്കാല സർക്കാർ സ്വന്തം പരാജയം മറച്ചുവെക്കുന്നുവെന്നും രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ചിറ്റഗോങ്ങിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായി നടന്ന കുറ്റകൃത്യങ്ങളിൽ ഗൗരവമുള്ള അന്വേഷണത്തിന് തയ്യാറാകണം. സർക്രീക്ക് മേഖലയിലെ വിഷയങ്ങളെ സംബന്ധിച്ച്
സംബന്ധിച്ച് പ്രതിരോധ മന്ത്രി നിലപാട് വ്യക്തമാക്കിയതാണ്. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഭീകരവാദത്തിനും സംഘടിത കുറ്റകൃത്യങ്ങൾ തടയുന്നതിലും നിലവിൽ ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. അജിത് ഡോവൽ കാനഡയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. പാക് അധിനിവേശ കശ്മീരിൽ 5 ദിവസമായിട്ടാണ് ജനകീയ പ്രക്ഷോഭം തുടരുന്നത്. നിരവധി പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ആയിരക്കണക്കിന് ജനങ്ങളാണ് ഈ ഒരു സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തത് എന്നതും ഏറ്റവും ശ്രദ്ധേയം. പാക് ഭരണകൂടത്തിനെതിരെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം. അതായത് സബ്സിഡി ആവശ്യം, ഈ ഒരു രാഷ്ട്രീയത്തിൽ ചില മാറ്റങ്ങൾ ആവശ്യപ്പെടുന്ന ഇത്തരത്തിലുള്ള 38ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പാക് അധിനിവേശ കശ്മീരിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തുടരുന്നത്. പാകിസ്ഥാന്റെ അടിച്ചമർത്തൽ സമീപനം, വിഭവങ്ങൾ കൊള്ളയടിക്കുന്ന പ്രവൃത്തി, ഇതെല്ലാമാണ് പാകിസ്ഥാൻ ഇത്തരത്തിലൊരു അശാന്തിയിലേക്ക് തള്ളിവിട്ടത് എന്നാണ് ഇന്ത്യയുടെ നിരീക്ഷണം. പ്രക്ഷോഭം അടിച്ചമർത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമത്തിൽ ഇതുവരെ 15 പേർ കൊല്ലപ്പെട്ടു, 150-ലധികം പേർക്ക് പരിക്കേറ്റു. പാകിസ്ഥാൻ സൈന്യം നടത്തിയ ക്രൂരമായ അടിച്ചമർത്തലിനെ ഇന്ത്യ അതിരൂക്ഷമായി തന്നെയാണ് വിമർശിച്ചിരിക്കുന്നത്. മൗലികാവകാശ നിഷേധത്തിനെതിരെയാണ് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിൽ സെപ്റ്റംബർ 29-ന് പ്രതിഷേധം തുടങ്ങിയത്. പാകിസ്ഥാനിൽ താമസിക്കുന്ന കശ്മീരി അഭയാർത്ഥികൾക്കായി സംവരണം ചെയ്തിരിക്കുന്ന POK അസംബ്ലിയിലെ 12 സീറ്റുകൾ നിർത്തലാക്കുന്നതുൾപ്പെടെ 38 ആവശ്യങ്ങൾക്കാണ് ഇവർ ഉന്നയിക്കുന്നത്. പ്രതിഷേധങ്ങൾ തുടങ്ങിയത് മുതൽ കടകളും മറ്റു വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്. മൊബൈൽ, ഇന്റർനെറ്റ്, ലാൻഡ് ലൈൻ തുടങ്ങിയ സേവനങ്ങളുടെ നിരോധനവും പാക് അധിനിവേശ കശ്മീരിൽ തുടരുകയാണ്. ദിവസങ്ങളായി കെട്ടടങ്ങാതെ പാക് അധിനിവേശ കശ്മീരിൽ സംഘർഷം തുടരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അല്പമൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സംഘർഷം, പ്രതിഷേധം, പ്രക്ഷോഭം തന്നെയാണ് പാക് അധിനിവേശ കശ്മീരിൽ അരങ്ങേറിയിരിക്കുന്നത്. ആ ഒരു വിഷയത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ വിമർശിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.